പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ മാസം 5-ാം തീയതി. നമ്മൾ ഡിസംബർ മാസത്തിലെ ഒരു ക്രിസ്മസ് ആഗമന കാലത്തിൻ്റെ ഓർമ്മ മനസ്സിലുണ്ടാകണേ ഇടക്കിടക്ക്. കാര്യം കർത്താവിനെ എതിർക്കാനും സ്വീകരിക്കാനും ആത്മാവിൻ്റെ കൃപയിൽ നമ്മൾ തന്നെ പരുവപ്പെടാനുള്ള സമയമാണിത്. കംപ്ലീറ്റ് പാറ്റർ ആ ഭക്തിയോടെ പ്രാർത്ഥിക്കണേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ നിയോഗമാണ് ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവ് ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഇന്നത്തെ ദിവസത്തെയും അതിൻ്റെ ആവശ്യങ്ങളെയും അങ്ങയുടെ തിരുസേനയെ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതാ ദിവസങ്ങൾക്ക് അതാതിൻ്റെ ഉത്കണ്ഠകൾ മതിയെന്ന് പറഞ്ഞല്ല കർത്താവ്. ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ തിരുസേനതയിൽ അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. രോഗികളെ അങ്ങ് സ്പർശിക്കണ കർത്താവേ. കിടപ്പ് രോഗികളെ മാത്രമല്ല ഈശോയെ, രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിന് വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ. കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിയ കാരണം വരുമാനം ചെയ്തുകൊണ്ട് നടക്കിക്കൊണ്ടിരുന്ന ആളിന് ഇപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തിൽ വിലമതിക്കാത്തതിൻ്റെ മാനസിക പീഡ അനുഭവിക്കുന്നുണ്ട് ഈശോയെ.
അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ സങ്കടങ്ങളെ നീ എല്ലാം തിരിച്ചറിയണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം അസുഖം നീരുള്ളവരെ കാണിക്കുന്നു, മുതുകിനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെയും കുടുങ്ങി കിടക്കുന്നവരെയും കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറുവാടുന്ന ആണിപ്പെടുതാർന്ന വലതുകരം നീര് കല്ലച്ച് കിടക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വെക്കണം ഈശോയെ. ശരീരം മുഴുവൻ പനിക്കുന്നുണ്ട് ഈശോയെ, അവരെ സ്പർശിക്കണമേ. ചെവിയും കണ്ണുമൊക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈശോയെ. മാറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും ഒക്കെ അനുഭവിക്കുന്നത്, പനി അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒന്ന് വിശപ്പുകയുടെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായും മാസങ്ങളായവരുണ്ട് ഈശോയെ. കർത്താവ്, കുടലെല്ലാം വെന്തുപോയ ആൾക്കാരുണ്ട്, അവരെല്ലാം വിശുദ്ധമായ രക്തത്തെ കഴുകണമേ കർത്താവേ. കർത്താവ്, ശിരസിലെപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും എപ്പിലെപ്സിയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുണ്ട് ഈശോയെ. അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ അനുസരണയില്ലാത്തവർ, മക്കൾ തെറ്റായ പ്രണയത്തിൽ ബന്ധത അകപ്പെട്ടിരിക്കുന്നവർ, തെറ്റായ ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, മക്കൾ ജയിലിലായവരുണ്ട് ഈശോയെ. മക്കൾ എത്ര തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോഴേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തിൽ വളരെ അനുവദിക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ. ദൈവമേ, ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ സന്ധിക്കാൻ അപ്പനെയോ അമ്മയ്ക്കോ കുടുംബത്തിനോ പറ്റുന്നില്ല പെമ്മക്കള് മനസ്സ് പതറി നടക്കുന്ന പെമ്മക്കളുണ്ട് ഈശോയെ. അവരതിൻ്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, മാർക്ക് ലിസ്റ്റുകള് വിത്ത് ഹെൽഡായി പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ. ഒരു ലോണിന് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഒരാവശ്യങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, ആരും പറയാനില്ല, പറഞ്ഞവരെ വാക്ക് പറയും, ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും, പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും, പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇങ്ങനെ ജീവിതം മടുത്ത് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ആർക്കെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ അവരുടെ ഭാരങ്ങൾ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഭജനം ലൂക്കായുടെ സുവിശേഷം 10:8. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കും. ഇത് കർത്താവ് ഒരു അഭിഷേക കാലം കർത്താവ് എനിക്ക് തന്ന ഒരു വ്യാഖ്യാനമാണ്. അതെന്തായത് എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരികയാണ്. എന്നോട് പറഞ്ഞത്, ഒരു ഇടവകയെ നീ ചെല്ലുമ്പോൾ, അപ്പം ഞാനൊരു 10-12 ഇടവക ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്കൊരു കുഞ്ഞു പള്ളിയാണുള്ളത്. അപ്പം ഓരോ ഇടവകയിലും എനിക്ക് മുമ്പ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവകയിൽ ചെല്ലണത്. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവമായ പൈശാചിക കരുനീക്കങ്ങളൊക്കെ ചില ഇടവകളുണ്ട്. ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമെന്നൊക്കെ അറിയത്തില്ല. ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയണതാണ്. 10-40 പേര് ഒരുമിച്ച് വന്നതിന് മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട്. ഒരിടവകയിൽ ചെന്നപ്പോൾ എന്നെ തല്ലി. ഇതൊക്കെ കേൾക്കേണ്ട വിശ്വസിക്കുക. അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ്. എന്താ കാര്യം? ഇടവക കർത്താവിൻ്റെ ഓഹരിയാണ്. എന്നുവെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വചനമാണ് എന്നെ നടത്തിയത്. എന്താ വെച്ചാൽ, ഓരോ സ്ഥലത്ത് നീ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കുക. അവിടെ എന്താണ് തരുന്നത് അത് ഭക്ഷിക്കുക. ആരുടെ പേരിൽ? നന്ദിപൂർവ്വം കർത്താവിൻ്റെ പേരിൽ. നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട്, എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട്. ദ നെയിം ഓഫ് ജീസസ്. നമ്മളെ വളർത്താൻ വേണ്ടി ദേവപിതാവ് നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ
ജീസസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിച്ച കൂടിക്കൊണ്ടിരിക്കും, നിത്യത വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. എല്ലായിടത്തും ഇതുപോലെ അതായത് നല്ല മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പം നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടൊരു വീട്ടിൽ ചെന്ന് വീട്ടിൽ, ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു 30% ഒഴിച്ച് ബാക്കി 70% ആൾക്കാർക്കും കെട്ടിച്ച വീട്ടിൽ ഞെരുക്കങ്ങളാണ്. ആ വീടിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിച്ചു വിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കഷിച്ച്, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് തല്ലി വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു. അങ്ങനെയെല്ലാം നമ്മൾ പറയണ പോലെ എല്ലാം കേട്ടാണ് നമ്മുടെ കുടുംബം ജീവിക്കുന്നത്. ഇതൊന്നും നടക്കത്തില്ല. കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കൾ നമ്മളെ മേലുണ്ടാക്കും. കെട്ടിച്ച് വിട്ട വീട്ടിൽ വേറെ ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ അനുഭവങ്ങൾ പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്കി പോയിട്ടൊരു കഥയുമില്ല. ഈ നെഗറ്റീവ് അനുഭവങ്ങളെ വെച്ചിട്ട് അതിൻ്റെ നിന്ന് കൃപ ആർജിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിലാണത്, ആധ്യാത്മിക ബുദ്ധി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് എന്താണ്? അത് ഛർദ്ദിക്കാനല്ല പറഞ്ഞത്, അത് ഭക്ഷിക്കാനാണ് പറഞ്ഞത്. ഛർദ്ദിച്ചിട്ട് ഉടനെ പൈൻ തീർത്ത് വീട്ടിൽ പോരാനല്ല പറഞ്ഞത്, വിളമ്പണത് ഭക്ഷിക്കാൻ. നമ്മൾ 2 ആഴ്ച ഭക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കർത്താവേ ഇത് നീ കുരിശെ കിടന്ന് ചൊറുക്ക് കഴിച്ചതിനേക്കാളും കഷ്ടമാണ്, ഇതിനേക്കാളെന്നല്ല അതായിരുന്നു നീ പറയും. എന്നാലും ഈശോയെ ഇത് എന്തുമാത്രം 2 ദിവസം അടുത്ത മാസം മാറ്റണമെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തുമാത്രം, അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത് അവന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് അവന് പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെന്നാലും വിളമ്പണ ഭക്ഷിക്കാൻ പറയും. അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും? കാരണം ദൈവഹിതത്തിന് ഭക്ഷണമെന്നാണ് ഈശോ വിളിക്കുന്നത്. ഇപ്പം 4:36 യോഹന്നാൻ്റെ സുവിശേഷമല്ലേ, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. അപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിറവേറ്റണമെന്നാണ് ഈ പറയണത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണ ഭക്ഷിക്കാൻ, അത് അവിടെ ദൈവഹിതം അതായിരിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ അനിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവിനെയോ മാനസിക വിഭ്രാന്തിയുള്ള ആളായിരിക്കും. ചിലർ അവിടെ പിടിച്ചു നിന്നിട്ട് അത് കൃപയാക്കി വളർത്തും. അപ്പം നിങ്ങളോർക്കും കൃപ കിട്ടിയിട്ട് എന്നാ കെട്ടാനാണ്? കൃപയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്. അപ്പം എനിക്ക് നിത്യത എന്താണ്, കൃപ എന്താണെന്ന് അറിയാം. നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന പല സാധനവും സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല. നമുക്ക് സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവപ്പെട്ടിയെക്കുറിച്ച് പറയത്തില്ലേ, അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെ ചവപ്പെട്ടി അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നുവെച്ചാൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആയുസ്സിൽ ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും. എല്ലാം ഈ ഭൂമിയുടെ സ്വർഗം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം. അതാണ് വിഷയം. എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യനെ. സഭാപ്രസംഗം എഴുതുന്നത് എന്താണ്? മായ സകലതും മായ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ജീവിതം മടുപ്പാണെന്ന് പറയുന്നത്. വെച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നാണ്. ശാശ്വത തൃപ്തി, ശാശ്വത സ്വർഗം മാത്രമാണ്. അപ്പം സ്വർഗത്തിന് ആ പെർമിഷൻ കിട്ടിയിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ വിളമ്പട ഭക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ നിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ നിൻ്റെ യാത്രയിൽ നിനക്കൊരു ദുഃഖാനുഭവം ഉണ്ടായി, ഓക്കെ, കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്നു. വിളമ്പണത് ഈ ദിവസം വിളമ്പി തന്നത് ഈശോയുടെ നാമം സ്പർശിക്കുന്നു. ഈശോയുടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും. അങ്ങനെ കൃപയെ നിന്നെ വളർത്താനും നിലനിർത്താനും നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂട്ടിക്കൊണ്ട് പോണത്. അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രേസറാണ്.